മൈക്കിൾ സിനിമ ഇന്നലെ കണ്ടു. മൈക്കിൾ ജാക്സൻ്റെ ബയോപിക്. ഇന്നലെ രാത്രിയിലാണ് കണ്ടത്. അതുകൊണ്ട് ഇന്ന് രാവിലെയാണ്, ഇന്നലെ രാത്രി ഒത്തിരി താമസിച്ചാണ് വന്നത്. ഒബ്രോൺ മാളിൽ നിന്നാണ് പടം കണ്ടത്. ഞാൻ പറഞ്ഞു ഒബ്രോൺ മാളിൽ നിന്ന് അങ്ങനെ കാണാതെ PXL ഉണ്ടെങ്കിൽ, PXL അങ്ങനെയുള്ള ഫോർമാറ്റിൽ, അതായത് ആസ്പെക്ട് റേഷ്യോ ഫുൾ സ്ക്രീൻ ഉണ്ടെങ്കിൽ ആ പടം ചെന്ന് കാണുക. ബാക്കിയുള്ള തിയേറ്ററുകളിൽ ഇത് സൈഡിലൊരു രണ്ട് സൈഡിലും കറുത്ത ഒരു ബാറുണ്ട്. അതുകൊണ്ട് ചെറിയ സ്ക്രീനായിട്ടാണ്, 35mm സിനിമ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഫുൾ സ്ക്രീനുള്ള സിനിമ തപ്പി പിടിച്ച് PXL പോലുള്ള തിയേറ്ററിൽ പോകുകയാണെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റ് കൂടുതലായിരിക്കും ഇത് കാണാനോ കേട്ടോ. പിന്നെ മൈക്കിൾ ജാക്സനെ പറ്റി പറയാം. എൻ്റെയൊക്കെ ചെറുപ്പകാലം, അതായത് 80s 90s ഒക്കെ കാലം ഇതുപോലൊരു സ്നേഹിച്ച ഒരു മനുഷ്യനെ, എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് പാട്ടിൻ്റെ ആരാധകനൊന്നും അല്ലായിരുന്നു ഞാൻ, പക്ഷേ എന്നാലും മൈക്കിൾ ജാക്സനെ അതുപോലെ പുള്ളിയുടെ ത്രില്ലർ ബാഡൊക്കെ ഇറങ്ങിയ സമയമാണ് അത്. ഇട്ട് കേൾക്കുക, ഏത് പള്ളിപ്പറമ്പിലോ ഏത് കയ്യാലോ പുറത്ത് പരിപാടി നടന്നാലും മൈക്കിൾ ജാക്സൻ്റെ പാട്ടുകളാണ്. ഏത് ആൾക്കാർക്കും അറിയാം, വയസ്സായവർക്കും ചെറുപ്പക്കാർക്കും എല്ലാം മൈക്കിൾ ജാക്സൺ എന്ന ആളെ എല്ലാവർക്കും അറിയാവുന്ന ഒരു മനുഷ്യൻ. അതായത് കിങ് ഓഫ് പോപ്പ്. ഇന്നും പോപ്പ് മ്യൂസിക് എന്താണെന്ന് അറിയത്തില്ലാത്ത ആൾക്കാർക്ക് പോലും ആ ഒരു മനുഷ്യനെ അത്രയ്ക്ക് കാര്യമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ ചടുല താളങ്ങൾ, പിന്നെ പുള്ളിയെ അറിയാവുന്നവർക്ക് പുള്ളിയുടെ റൈറ്റർ, അത് കമ്പോസർ, ഡാൻസ് ചെയ്ത് പാട്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഒരു ലെജൻഡ്. അത് ആ കാലത്തെ ഒരു ലെജൻഡ്. ഇന്നും അത് കാത്തു സൂക്ഷിക്കുന്ന, മരിച്ചാലും ഇന്നും ആ സ്ഥാനം പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയിട്ടില്ല. അത്രയ്ക്കും ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു മനുഷ്യനായിരുന്നു ഇന്നും ആൾക്കാർക്ക്. എന്ന് വെച്ചാൽ ഇന്നും ആൾക്കാർ ആ പടം, പുള്ളിയുടെ ഓരോ സ്റ്റില്ലും കാണുമ്പോൾ കോൾമേർ കൊള്ളുവാണ്. അതുപോലെ ഞാൻ അന്ന് ഭയങ്കര ഫാനായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഡേഞ്ചറസ് എന്ന് പറഞ്ഞ പുള്ളിയുടെ ആൽബം ഇറങ്ങുന്നത്. അന്ന് ഏതാണ്ട് 140 രൂപയോ അങ്ങനെയാണ് കാസറ്റിൻ്റെ വില. എങ്ങനെയെങ്ങാണ്ട് പൈസ ഉണ്ടാക്കി അത് മേടിച്ചിട്ടുള്ള പിന്നീടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും വീട്ടിൽ ഡേഞ്ചറസ് മാത്രമേ ഉള്ളൂ. ഹൂ ഈസ് ഇറ്റ്, ബ്ലാക്ക് ഓർ വൈറ്റ്, ഡേഞ്ചറസ്, ഇതൊക്കെ എപ്പോഴും ഇട്ട് അവസാനം ആ കാസറ്റ് തേഞ്ഞ് തീർന്നിട്ട് വീണ്ടും അതിനോടുള്ള ഇഷ്ടം കൊണ്ട് വീണ്ടും പോയി കാശുണ്ടാക്കി, എങ്ങനെയാണ്ട് കാശൊക്കെ ഉണ്ടാക്കി വീണ്ടും 150 രൂപയ്ക്ക് പോയി വീണ്ടും മേടിച്ച് അത്രയ്ക്കൊരു ആരാധകനായിരുന്നു. പിന്നെ ആളാണ് പുള്ളിയുടെ ഡേഞ്ചറസ് കഴിഞ്ഞ പുള്ളിയുടെ ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു ഇതാണ് ഇറങ്ങിയത്. അന്നത് അതുകൊണ്ട് ഭയങ്കര വിലയ്ക്കാണ് ഒറിജിനൽ ഇറങ്ങിയത്. 250 രൂപയോ 300 രൂപയും കണ്ടായിരുന്നു കാസറ്റിൻ്റെ വില. അതിൻ്റെ കൂടെ എന്തോ ഗിഫ്റ്റോ കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. മേടിച്ചപ്പം പുള്ളിയുടെ ലിറിക്സ്, ബുക്സ് അങ്ങനെയൊക്കെയുടെ കൂടിയായിരുന്നു അന്ന് കിട്ടിയത്. അതും അന്യായ ലെവലായിരുന്നു. അതാണ് ഞാൻ എൻ്റെ മൈക്കിൾ ജാക്സൻ്റെ ആരാധനയെ പറ്റി ഞാൻ പറയുമായിരുന്നു. അതുപോലൊരു പാട്ടുകാരനെ എനിക്ക് അത് കഴിഞ്ഞിട്ടും ശേഷമോ ഒന്നും അത്രയും ഇഷ്ടമുള്ളൊരു കലാകാരനെ ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ ഒരു ആവശ്യത്തിലാണ് ഇന്നലെ സിനിമ കാണാൻ പോയത്. വേറെ ലെവലോട്ടോ, ഒന്നും പറയാനില്ല. അതിനകത്ത് അഭിനയിച്ച മൈക്കിൾ ജാക്സൻ്റെ നെഫ്യൂ, അതായത് പെങ്ങളുടെ മോനാണെന്ന് തോന്നുന്നു, ജാഫർ ഖാനാണ് ചെയ്തിരിക്കുന്നത്. അന്യായം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഫസ്റ്റ് ഒരു 5 മിനിറ്റ് ജാഫർ ജാക്സനാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ അത് കഴിഞ്ഞ് മൈക്കിൾ ജാക്സനായിട്ട് പരകായ പ്രവേശനം നടത്തുവാണ് പുള്ളി. അഭിനയം എന്ന് പറഞ്ഞാൽ നമുക്ക് മൈക്കിൾ ജാക്സൻ്റെ ഓരോരോ രീതികളും, ആ സ്വരം, പുള്ളിയുടെ നടപ്പ്, ശൈലി എല്ലാം നമുക്ക് കിട്ടലിനാണ്. പിന്നെ എടുത്ത് പറഞ്ഞിട്ട് പിന്നെ പുള്ളിയുടെ ചെറുപ്പകാലമായിട്ട് അഭിനയിച്ചൊരു പയ്യൻ, എന്നാ പെർഫോമൻസ്. എനിക്കൊന്ന് ഓസ്കറൊക്കെ ഈ ബാലതാരത്തിൽ കൊടുക്കുവാണെങ്കിൽ ഇപ്രാവശ്യം ആ പയ്യനാണ് ഉറപ്പ്. അത്രയ്ക്ക് കിഡിലനായിട്ടാണ് പുള്ളി ആ റോൾ ചെയ്തിരിക്കുന്നത്, ആ പയ്യൻ ചെയ്തിരിക്കുന്നത്. അവന് ഒരു റെക്കോർഡിങ് നടത്തുന്നുണ്ട്. അവനെ ഡാൻസ് കളിച്ചിട്ടാണ് റെക്കോർഡിങ് സ്റ്റുഡിയോയിലെ പാട്ട് പാടുന്നത്. അപ്പം അവൻ്റെ ഡാൻസ് സ്റ്റെപ്പ് കുറച്ച് പാട്ട് പാടാൻ അവിടുത്തെ റെക്കോർഡിസ്റ്റ് പറയും. പക്ഷേ അവസാനം അയാൾ തന്നെ പറയും, വേണ്ട, നീ സ്റ്റെപ്പ് കളിച്ച് ഡാൻസ് പാട്ട് പാടിയാൽ മതി. അതൊക്കെ നമുക്ക് ഭയങ്കരമാണ്. അവൻ്റെ ഓരോ ചടുല താളങ്ങളൊക്കെയാണ് എത്ര അടിപൊളിയായിട്ടാണ് തീർന്നിരിക്കുന്നറിയോ. പിന്നെ ഇതിനകത്ത് പുള്ളിയുടെ വിവാദങ്ങളൊന്നും ഇതിനകത്തെ പറ്റി പറയുന്നൊന്നുമില്ല. അതൊക്കെ അടുത്ത ടു ബി കണ്ടിന്യൂഡ് എന്ന് പറഞ്ഞുകൊണ്ട് പടം തീരുന്നത്. അതായത് 96 പുള്ളിയുടെ ഏറ്റവും പീക്ക് ടൈമിൽ നിൽക്കുന്ന ആ സമയത്ത് പടം തീരുവാണ്. അങ്ങനെയാണ് പടം കാണിക്കുന്നത്. പിന്നെ കണ്ടിന്യൂ വരുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. കാരണം അത് കഴിഞ്ഞുള്ള കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം, എല്ലാവരും ഓർക്കുന്ന കാര്യങ്ങളാണ് മൈക്കിൾ ജാക്സൻ്റെ കാര്യങ്ങൾ. ഏതായാലും മസ്റ്റ് വാച്ച്. പിന്നെ മൈക്കിൾ ജാക്സൻ്റെ അപ്പനായിട്ട് അഭിനയിച്ച ജോസഫ് ജാക്സൺ ആയിട്ട് അഭിനയിച്ച ആൾ ഗുഡിലൻ എന്ന് വെച്ചാൽ അതിൻ്റെ കാസ്റ്റിംഗ് ഒക്കെ ചെയ്ത ആരാണ്, അത്രയ്ക്ക് വെട്ടിക്കെട്ട് കാസ്റ്റിംഗാണ്. സഹോദരന്മാരെയും പെങ്ങളെയും അമ്മേനെയൊക്കെ ചെയ്തിരിക്കുന്ന കാസ്റ്റിംഗ് സെലക്ഷൻ ഗുഡിലനായിട്ടുണ്ട്. പുള്ളിയുടെ ബാല്യകാല എന്ന് വെച്ചാൽ പീഡനത്തിൻ്റെ ബാല്യകാലമൊക്കെ കാണിക്കുന്നുണ്ട്. പുള്ളിനെ പ്രാക്ടീസ് ചെയ്ത് മടുത്ത് വന്നിരുന്നാലും ബെൽറ്റിനായിരുന്നു അപ്പനടി. അടിച്ച് ബാത്റൂമിൽ പോയിരുന്ന കരയുന്ന സീനൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടത് ഫീൽ ചെയ്യും. അത്ര കഷ്ടപ്പാടിലൂടെ വളർന്ന്
ലോകത്തിൻ്റെ നെറുകയിലെത്തിയ ഒരു മനുഷ്യൻ മൈക്കിൾ ജാക്സൺ MJ. ഏതായാലും ധൈര്യമായിട്ട് പോയി കണ്ടോട്ടോ. ഒരു ചെറിയൊരു ഡോക്യുമെൻ്ററി ഒക്കെ ആയിട്ട് പോലെ തോന്നും, പക്ഷേ എന്നാലും ഓരോ പാട്ടുകൾ പല ബാഡിലെയും ത്രില്ലറിലെയും പാട്ടെല്ലാം ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. മേക്കിംഗ് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റേജ് ഷോ ആയിട്ടും കാണിക്കുന്നുണ്ട്. അതൊക്കെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ധൈര്യമായിട്ട് പോയി കണ്ടു. ഒരു പെർഫെക്റ്റ് ഫിലിം. എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആസ്പെക്ട് റേഷ്യോ ഫുൾ സ്ക്രീൻ കാണുവാണെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങൾ സെലക്ട് ചെയ്ത് പോയി കാണുവാണെങ്കിൽ നല്ലതായിരിക്കും. ബാക്കിയുള്ളിടത്തൊരു ചെറിയ സ്ക്രീനായിട്ട് 2 സൈഡിലും ബാർ വരുന്നൊരു ഇതായിട്ടാണ് കാണുന്നത്. ഏതായാലും ധൈര്യമായിട്ട് കണ്ടു. ഉറപ്പ് പറയുന്നു, മൈക്കിൾ ജാക്സനെ ഇഷ്ടമുള്ളവർക്ക് ബയോപിക് വലിയ ആവേശം മൂത്തുള്ള കേൾക്കുന്നില്ല. ഡാൻസ് സീനിലൊക്കെ ആവേശം നമുക്ക് തോന്നും. ഫസ്റ്റിൽ ഇൻട്രഡക്ഷൻ സീനൊക്കെ താണ്ടായിട്ട് അടിപൊളിയായിട്ട് തോന്നും. അങ്ങനെയുള്ള മൈക്കിൾ ജാക്സനെ മനസ്സിൽ കൊണ്ടു നടക്കുന്നവർ ധൈര്യമായിട്ട് പോയി കാണുക. മൈക്കിൾ. ഓക്കെ.